ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മനസ്സിനെ വളരെ ശാന്തമാക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് പത്മാസനം. ഇതാണ് യോഗ അഭ്യാസത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വ്യായാമം. ചെയ്യേണ്ട വിധം: ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ കാലുകൾ രണ്ടും നീട്ടി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് നിവർന്നിരിക്കുക. യോഗാസനം ചെയ്യേണ്ടത് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വേണം. ഈ രണ്ട് ദിശയിൽ നിന്നും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരം കരണ്ട് സ്വീകരിക്കാൻ ഈ അഭിമുഖം നമ്മെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. വലത് കാൽമുട്ട് മടക്കി കൈകൊണ്ട് പിടിച്ച് ഇടത്തെ തുടയിൽ കയറ്റി അടിവയറിനോട് ചേർത്ത് പാദം അല്പമെന്നും മലർത്തക്ക വിധം വയ്ക്കുക. അതുപോലെ തന്നെ ഇടത് കാലും മടക്കി കൈകളുടെ സഹായത്തോടു കൂടി വലത്തെ തുടയിൽ കയറ്റി വയ്ക്കുക. പാദം സ്വൽപ്പം മലർന്ന് അടിവയറിനോട് ചേർന്നിരിക്കണം. നട്ടല് നല്ലവണ്ണം നിവർത്തി കഴുത്തും തലയും ഒരേ ലെവലിൽ നിർത്തുക. മുന്നിലൊരു കണ്ണാടി ഉണ്ടെങ്കിൽ ഇത് ശരിയാണോ എന്നറിയാം. തുടകൾ കാൽമുട്ട് വരെ താഴെ നല്ലവണ്ണം പതിഞ്ഞിരിക്കണം. കാലിൻ്റെ ഉപ്പൂറ്റിയിൽ രണ്ടും തൊട്ടിരിക്കട്ടെ. ഇടത് കൈവിരലുകൾ ചേർത്ത് പിടിച്ചു കൊണ്ട് ഉപ്പൂറ്റികളുടെ മുന്നിൽ മലർത്തി വയ്ക്കുക. അതിൻ്റെ മുകളിൽ വലത്തെ കൈയും മലർത്തി തന്നെ വയ്ക്കുക. വിരലുകൾ എല്ലാം ചേർന്ന് ഒതുങ്ങിയിരിക്കണം. ഇപ്പോൾ പത്മാസനം പൂർത്തിയായി. ഇനി കണ്ണുകൾ അടയ്ക്കുക. അടച്ചിരിക്കുമെങ്കിലും കൃഷ്ണമണികൾ പുരികങ്ങളുടെ മധ്യത്തിലോ മൂക്കിൻ്റെ അറ്റത്തോ ലക്ഷ്യീകരിക്കാൻ ശ്രമിക്കുക. ദൃഷ്ടികൾ ചലിക്കുമ്പം തലച്ചോറിൽ ചില സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു. അതൊഴിവാക്കാൻ ഇതൊരു തന്ത്രമാണ്. ഇനിയാണ് ധ്യാനമോ പ്രാർത്ഥനയോ ആരംഭിക്കുക. ഇതിനെപ്പറ്റി അന്യത്രം പ്രസ്താവിക്കുന്നതാണ്. പത്മാസനം വളരെ വിശിഷ്ടവും പ്രസിദ്ധവുമാണ്. ഇതം പത്മാസനം പ്രോക്തം സർവരോഗ വിനാശം എന്നാണ് യോഗാശാസ്ത്രം പറയുന്നത്. എന്നാൽ ഇത് സ്വാധീനമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് വെച്ച് അത് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല. കുറച്ച് കാലത്തെ നിരന്തര പരിശ്രമം കൊണ്ട് ആർക്കും അത് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിനെ വളരെ ശാന്തമാക്കുന്നു. കാലുകൾ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ കാലിലേക്ക് പോകാറുള്ള രക്തം തടഞ്ഞു നിർത്തുകയും അത് അടിവയറ്റിലേക്കും അരക്കെട്ടിലേക്കും പ്രവേശിപ്പിക്കുന്നു. ഇത് അടിവയറ്റിലേക്കും അരക്കെട്ടിലേക്കും ധാരാളം പോഷകരക്തം സിദ്ധിക്കുന്നു. ഇത് അവയെ ബലിഷ്ഠങ്ങൾ ആക്കുന്നു. ഇത് രക്തസഞ്ചാരം, ശ്വസനഗതി, പൾസ് എന്നിവയെ ക്രമീകരിക്കുന്നു. ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. ഇത് ശരീരത്തിന് നല്ല വടിവും തേജസ്സും ഉണ്ടാകുന്നു. ധ്യാനത്തിലും പ്രാർത്ഥനയ്ക്കുമുള്ള എല്ലാ ആസനങ്ങളിലും വിവരിച്ചിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പത്മാസനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും പോഷകരക്തം സിദ്ധിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങളിത് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ പത്മാസനം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ബെനിഫിറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടു തരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.